ഹലോ ഗൈസ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഞാൻ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ്. ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. പക്ഷെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്, 2 സവാള എടുക്കുന്നുണ്ട്, ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് അരിയാം കേട്ടോ. ഞാനിവിടെ അരിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാവേ. എന്നിട്ടൊരു ചട്ടി എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് കുറച്ച് കുറവായിരുന്നു. വീണ്ടും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ടൊന്ന് ഇളക്കി, ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. കാരണം ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങും ഉള്ളി നല്ല രീതിക്ക് വെന്ത് വരണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നും കൂടി നോക്കണം. കരിഞ്ഞു പോവാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനൊരു അടച്ചു വെച്ചിട്ട് താണ്ടെ കുറച്ചു നേരം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ വെന്തിട്ടില്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല. ഇനി ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ വെന്ത് വരും കേട്ടോ. കണ്ടോ, ഉരുളക്കിഴങ്ങ് വെന്തിട്ടില്ല. അപ്പൊ ഇനി ഒരു പ്രാവശ്യം കൂടി എന്തായാലും ഒന്ന് അടച്ചു വെച്ച് നോക്കാവേ. അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ എന്തെന്നൊക്കെ വെച്ചാല് മുളക് പൊടി ചേർക്കുന്നുണ്ട്, കുറച്ച് കറി മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. അപ്പൊ ഇത് നോക്കൂ, വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. കാരണം ഇതില് വെള്ളം ഒഴിക്കുന്നില്ല. അതേപോലെ തന്നെ കറിയായിട്ടല്ല എടുക്കുന്നത്, ഒരു മസാല പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. അപ്പൊ ഈ കറി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. നമ്മൾ കറിയാക്കി വെക്കുന്നേക്കാളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അതേപോലെ വെള്ളത്തിൽ വേവിക്കുന്നേക്കാൾ കൂടുതലും അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ആവിയിൽ വേകുമ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് 2-3 പ്രാവശ്യം ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങി. വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. അപ്പൊ അത് ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ചപ്പാത്തിക്കും അതേപോലെ തന്നെ പൂരിക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കറിയാണേ. അപ്പൊ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ. പൊടികളെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി കുറച്ചു നേരം കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ടേ. അടച്ചു വെച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആവും കേട്ടോ. ചപ്പാത്തിക്കും പൂരിക്കും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലയാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇഷ്ടമായവർ എന്തായാലും ലൈക്ക് ചെയ്തേക്കണേ.